ഒന്നും ചെയ്യാതെ തന്നെ ഒരു ലോക റെക്കോർഡ് ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം സംഘടിപ്പിക്കണമല്ലോ എന്നല്ലേ? അതിനൊക്കെ കഴിവ് വേണ്ടേ എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകും. ഒരു കഴിവും വേണ്ട. 15,000 രൂപയുണ്ടെങ്കിൽ ലോക റെക്കോർഡ് നൽകാമെന്നാണ് തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാംസ് വേൾഡ് റെക്കോർഡ്സ് പറയുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പിന്റെ ഈ പുതിയ വർഷം. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ പാവം അബ്ദുൽ കലാമിന്റെ പേരിലാണ് തട്ടിപ്പ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള മാതാപിതാക്കളാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. 10,000 റുപ്പീസ് അവർക്ക് പേ ചെയ്യണമെങ്കിലാണ് ഈ അവാർഡ് കിട്ടുക. പിന്നെ അതല്ല അവരെ ഇവൻറ്റിൽ ചെന്നൈയിൽ വന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പങ്കെടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ 15,000 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നമ്മുടെ കുട്ടികളുടെ കഴിവിനെ അവരിതാക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇത് ഇൻ്റർനാഷണൽ റെക്കോർഡാണ്, വേൾഡ് റെക്കോർഡാണ്, അതുകൊണ്ട് ക്യാഷ് വേണം. കല്യാണം പോലും കഴിക്കാത്ത ഞാൻ കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ഇവരെ ഒന്ന് സമീപിച്ചു നോക്കി. ആദ്യം കലാംസ് വേൾഡ് റെക്കോർഡിന്റെ MD തന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. അല്പം കഴിഞ്ഞ് വാട്സാപ്പിൽ ഒരു മെസ്സേജ്. 10,000 രൂപയ്ക്ക് മുതൽ 15,000 രൂപയ്ക്ക് വരെ പല വിഭാഗത്തിൽ പലതരം ലോക റെക്കോർഡുകൾ. ഇത്രയും പൈസയില്ലെന്ന് പറഞ്ഞപ്പോൾ മറുപടി ഇങ്ങനെ. ഇവർ തന്നെ അയച്ചു തന്ന വീഡിയോയാണിത്. അവാർഡ് വിതരണത്തിന് സ്റ്റേജൊക്കെ ബുക്ക് ചെയ്ത് സംഘാടകർ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും സെപ്റ്റംബർ 22-ന് 10,000 രൂപയുമായി ചെന്നൈയിലെത്തിയാൽ ജനിക്കാത്ത എൻ്റെ മകനും കിട്ടും ഒരു റെക്കോർഡ്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചങ്കലിനൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് അശ്വിൻ ഡിയാഗോ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഈ കൊച്ചു കേരളത്തിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം ഒരു ലോക റെക്കോർഡ്, നമ്മുടെ കഴിവുകൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് റെക്കോർഡുകൾ അല്ലെങ്കിൽ അവാർഡുകൾ എന്നിവ. അത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാം എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതും അതിൻ്റെ പുറകിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ്, ഇത് തമിഴ്നാട് ആസാമായി പ്രവർത്തിക്കുന്ന ഒരു വേൾഡ് റെക്കോർഡാണെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ വിവിധയിടങ്ങളിൽ നിന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള മാതാപിതാക്കളിൽ നിന്ന് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തി അവാർഡുകൾ നൽകുന്നത്. ഇത് നമ്മളുടെ ഒരു സഹോദരിയാണ് ഇത് സംബന്ധിച്ച് പരാതി പറയുന്നത്. ഇവർ ഇത്തരത്തിൽ വാട്സപ്പ് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരെ കാണുന്നതും ഇവർ വഴിയാണ് ഈ ചാറ്റിലൂടെയാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ ഒരു കൺഫർമേഷൻ കിട്ടുന്നതും. കുട്ടിയുടെ കഴിവുകൾ കാണിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുക്കി തരാം, അവിടെ വന്ന് പങ്കെടുത്ത് കുട്ടിക്ക് ഒരു വേൾഡ് റെക്കോർഡ് വരുത്തരാം എന്നാണ് ഇവർ പറയുന്നത്. അതിന് വിവിധ പൈസയാണ് ഇവർ ഈടാക്കുന്നത്. കാരണം ആദ്യം ഇവർ പറയുന്നത് അവിടെ ഈ കൊറിയറായിട്ടാണ് ഈ വേൾഡ് റെക്കോർഡ് വീട്ടിലേക്ക് അയച്ചു തരേണ്ടതെങ്കിൽ അതിന് 10,000 രൂപ. അല്ല, 22-ാം തീയതി സെപ്റ്റംബർ 22-ന് ഇവർ ചെന്നൈയിൽ വെച്ച ഒരു ഹാളിൽ വലിയൊരു അവാർഡ് വിതരണ ഫംഗ്ഷനായിട്ട് തന്നെ നടത്തുന്നുണ്ട്. അവിടെ എത്തി ഈ പ്രൈസ്, അതായത് ഈ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കുകയാണെങ്കിൽ 15,000 രൂപ. ഇങ്ങനെയാണ് ഇവരുടെ ഈ അവാർഡ് കാറ്റഗറി. അതിനുള്ള പണം ഇങ്ങനെയാണ്. ഇത് നമ്മളോട് പരാതിപ്പെട്ട ഈ കുട്ടിയുടെ അമ്മ ഒരു ടീച്ചറാണ്. അവർ ഒരു പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഇവരുടെ കുട്ടിക്ക് സ്പെഷ്യലി ഏബിൾഡ് ആണ്. മാത്രമല്ല ആ കുട്ടി പടം വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്. ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്ന വീഡിയോ ഇവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് എൻട്രി കിട്ടിയതിന് ശേഷം ഇവർ വീണ്ടും മെസ്സേജുകൾ വരും ഇവരുടെ ഫോണിലേക്ക്. അതായത് ഈ കാറ്റഗറി ഓഫ് അവാർഡിന് ഇത്ര രൂപ നൽകണം, അല്ലെങ്കിൽ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ തന്നെ മറ്റൊരു രീതിയിലുള്ള അവാർഡുകൾക്ക് ഇത്ര രൂപ നൽകണം, APJ അബ്ദുൽ കലാമിൻ്റെ പോർട്രേറ്റ് വരച്ച് നൽകണം. അങ്ങനെ വിവിധ തരത്തിൽ മാനദണ്ഡങ്ങളൊക്കെ വെച്ചാണ് ഇവർ ആദ്യം നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഈ പണം ആവശ്യപ്പെടുക. പിന്നീട് ഇത്രയും രൂപ നമ്മുടെ കയ്യിലില്ല, ഇത്രയും പൈസയ്ക്ക് നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവർ തന്നെ വീണ്ടും ലോക റെക്കോർഡിൻ്റെ എണ്ണം കുറച്ച് ആ ഒരു സർട്ടിഫിക്കറ്റും ഒരു മൊമെൻറ്റും മാത്രം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിന് 6,500 രൂപയാണ് ഈടാക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന്, ഈ കോഴിക്കോട് മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ നിരവധി പേരിൽ നിന്ന് ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി പണപ്പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ ഇവരുമായി ബന്ധപ്പെടുമ്പോൾ ഇവർക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയേണ്ട കാര്യമില്ല. പൈസ അടയ്ക്കുക, ഇത്രയും രൂപ അടയ്ക്കുക, പിന്നെ ഈ എൻ്റെ മകൻ്റെ കഴിവ് എന്താണോ അത് കാണിക്കുന്നതിന്, ഇപ്പോൾ പടം വരയ്ക്കുന്നയാളാണെങ്കിൽ പടം വരയ്ക്കുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആളാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ വീഡിയോ കൂടി ഇവർക്ക് അയച്ചു നൽകുക. പിന്നീട് ഈ പൈസ കൂടി നൽകിയാൽ
നമ്മുടെ പ്രകാരം ലോക റെക്കോർഡ് വീട്ടിലെത്തും, അല്ലെങ്കിൽ ലോക റെക്കോർഡ് നമുക്ക് ചെന്ന് മേടിക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇവർക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ വീട്ടമ്മമാർ. കാരണം വലിയ രീതിയിലുള്ള പണപ്പിരിവാണ് ഇത് സംബന്ധിച്ച് നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരുടെ കയ്യിൽ നിന്നും 6500 രൂപ മുതൽ 15000 രൂപ വരെ ഇത്തരത്തിൽ പിരിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പല ബുക്ക് ഓഫ് റെക്കോർഡുകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ രീതിയിലുള്ളൊരു തട്ടിപ്പ് അതിനുകൂടി വഴിയൊരുങ്ങുന്നത്. അതും ലോക റെക്കോർഡിൻ്റെ പേരിൽ, അതും APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ തന്നെ തമിഴ്നാട് നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതും ഏറ്റവും പ്രധാനം. ഇതിൻ്റെ MD-യുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ശരവണവേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ആവർത്തിച്ച് ചോദിക്കുന്നത്, ആരാണ് നിങ്ങൾക്ക് എൻ്റെ നമ്പർ തന്നത്, എന്തിനാണ് എന്നെ വിളിക്കുന്നത്, സ്റ്റാഫുമായി ബന്ധപ്പെടൂ എന്ന് ഉള്ള 2 വരി മാത്രം പറയുന്നു. അദ്ദേഹം കട്ട് ചെയ്യുന്നു. പിന്നീട് വാട്സപ്പിലാണ് മെസ്സേജ് വരുന്നത്. അതും ഒരു നമ്പറിൽ നിന്ന്, വേൾഡ് റെക്കോർഡ് എന്നെഴുതിയ ഒരു നമ്പറിൽ നിന്നും മെസ്സേജുകൾ വരുന്നു. അവർ തന്നെ മുൻപ് അവാർഡ് നൽകിയ കുട്ടികളുടെ പേരുകൾ, അവർക്ക് അവാർഡ് നൽകുന്ന വീഡിയോകൾ, ഇത്തരത്തിൽ അവർ സന്തുഷ്ടരാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നു. പിന്നീട് ഈ അവാർഡ് കാറ്റഗറി, ആ അവാർഡ് കാറ്റഗറിക്കുള്ള പൈസ, അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. പിന്നീട് ഞാനിത് അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്തരത്തിൽ പൈസ വാങ്ങുന്നത്? നമ്മുടെ കഴിവിനുള്ള അംഗീകാരമല്ലേ അവാർഡുകൾ, അതിന് പൈസ വാങ്ങുന്നത് എന്തിനാണ് എന്നവർ ചോദിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി ഇതാണ്: പല വേൾഡ് റെക്കോർഡ് നൽകുന്ന ആളുകളും ഇത്തരത്തിൽ പൈസ വാങ്ങുന്നുണ്ട്, അതിൽ ഏറ്റവും കുറവ് വാങ്ങുന്നത് തങ്ങളാണ് എന്നാണ് ഈ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് പറയുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കഴിവുകൾക്കല്ലേ അവാർഡ് നൽകേണ്ടത്, എന്തിനാണ് പൈസ വാങ്ങുന്നത്? അപ്പോൾ അവർ പറയുന്നതിൻ്റെ മറുപടി ഇങ്ങനെ തന്നെയാണ്: ഇതൊരു രജിസ്ട്രേഷൻ ഫീ മാത്രമാണ്, അങ്ങനെ കണ്ടാൽ മതി, പല വിധത്തിലുള്ള രജിസ്ട്രേഷനുകളുണ്ട്, അതിനുവേണ്ടിയാണ് ഈ ഭീമമായ തുക വാങ്ങുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാലും ഞാൻ അവസാനം ചോദിക്കുന്നുണ്ട് ഇവരോട്, ലിറ്ററലി ഞാനിത് വേൾഡ് റെക്കോർഡ് തന്നെയല്ലേ പൈസ കൊടുത്ത് വാങ്ങുന്നത് എന്നുള്ള എൻ്റെ അവസാന ചോദ്യത്തിന് അവർ മറുപടി നൽകുന്നത് യെസ് സാർ എന്നാണ്. അതായത് ചുരുക്കത്തിൽ പണം കൊടുത്ത് തന്നെയാണ് ഞാൻ വേൾഡ് റെക്കോർഡ് വാങ്ങുന്നത്, അവിടെ എനിക്ക് പ്രത്യേക കഴിവുകളോ ഒന്നും വേണ്ട, 15000 രൂപ മാത്രമുണ്ടെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടും. 22-ാം തീയതി ചെന്നൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ സപ്പോസ് അശ്വിനും എനിക്കും ഒരേ ഇനങ്ങളിൽ കഴിവുണ്ട്, നമുക്ക് 2 പേർക്കും ഈ റെക്കോർഡ് വേണം താനും. ഈ 2 പേരും ഒരുമിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇതിൽ കൂടുതൽ കഴിവുള്ളയാളെ കണ്ടെത്തുക? ആദ്യം 10000 കൊടുത്തതാണോ മാനദണ്ഡം? അതായത് എങ്ങനെയാണ് ഈ അപേക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ഇവർ ആ കഴിവ് പരിശോധിക്കുന്നത്? പല റെക്കോർഡുകളിൽ, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കൃത്യമായി അതിൻ്റെ ആളുകൾ വന്ന് ആ കഴിവ് പ്രകടിപ്പിക്കുക, അതിൽ മുൻപ് അതേ ഐറ്റം ചെയ്ത ആളുകളുമായിട്ടുള്ള താരതമ്യം, അതെല്ലാം ഉണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണോ അശ്വിൻ? അങ്ങനെയാണെങ്കിൽ ഇത് നിയമപരമായി തന്നെ ഇവർക്കെതിരെ നീങ്ങേണ്ട ഒരു കാര്യമാണല്ലോ. സുജയ, നിലവിൽ ഇപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഇവന്റ്, ഒരേ ഇവന്റിൽ തന്നെ 2 പേർ അപേക്ഷിക്കുകയാണെങ്കിലും അവിടെ വലിയ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഇവർ നമ്മളോട് പറയുക, ഒരു വീഡിയോ അയച്ചു തരിക, പടം വരയ്ക്കുന്നയാളാണെങ്കിൽ പടം വരയ്ക്കുന്ന ഒരു വീഡിയോ, പാട്ട് പാടുന്നയാളാണെങ്കിൽ അങ്ങനെ. അതിനുശേഷം അവർക്കത് അയച്ചു കൊടുത്തതിന് ശേഷം അവർ നമ്മൾ വീണ്ടും ബന്ധപ്പെടും. അതിനുശേഷമാണ് നമ്മൾ ഒന്നുകിൽ അവിടെ ചെന്ന് പ്രൈസ് വാങ്ങേണ്ടത്, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റൽ മാർഗം വീട്ടിലേക്ക് എത്തിച്ചു തരിക. 2 പേർ ഒന്നിച്ചെത്തിയാലും ഇതേ മാനദണ്ഡം തന്നെയാണ്. അവിടെ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ 15000 രൂപയും സുജിയ 10000 രൂപയാണ് നൽകുന്നതെങ്കിൽ എനിക്ക് 15000 രൂപയ്ക്ക് അവിടെ എത്തി മേടിക്കാൻ കഴിയും. സുജിയയ്ക്ക് ആ അവാർഡ് വീട്ടിലേക്കും എത്തിച്ചു തരും. പരസ്പരം ഇവർ അറിയുന്നില്ല ആർക്കാണ് അവാർഡ്, എന്തിനാണ് അവാർഡെന്ന്. ഞാൻ ഈ കാറ്റഗറി ചോദിക്കുമ്പോൾ പോലും അവർക്ക് ചില കാറ്റഗറിയിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് എൻ്റെ സൗകര്യാർത്ഥം അവർ കാറ്റഗറി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നൃത്തം ചെയ്യുന്ന ആളാണെങ്കിൽ പല ഘട്ടങ്ങൾ, പല സ്റ്റേജ്, പല കാറ്റഗറിയിൽ അവാർഡുകളുണ്ട് നൃത്തത്തിന് മാത്രം. അങ്ങനെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. ആസൂത്രിതമായ ഒരു തട്ടിപ്പാണ്. അതിന് പോയി ആരും തലവെച്ച് കൊടുക്കരുത്. നിങ്ങളുടെ കഴിവുകൾ ലോകം കാണുകയും ലോകം അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ പുരസ്കാരത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. പണം കൊടുത്ത് വാങ്ങുന്ന ഒന്നും നിലനിൽക്കില്ല. നിങ്ങൾക്ക് സ്വന്തമായുള്ള കഴിവുകൾ അത് നിങ്ങൾ തേച്ചുരച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് നമുക്ക് ദൈവം തന്ന താലന്തുകൾ എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കഴിവും, ഓരോ വ്യക്തിക്കും കഴിവുണ്ട്. കഴിവില്ലാത്തവരെ ആരും ജനിക്കുന്നില്ല. നമ്മുടെ കഴിവ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലാണ് ശ്രദ്ധയൂന്നേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ കഴിവ് കണ്ട് അയാളെ പോലെ ആകാനല്ല ശ്രമിക്കേണ്ടത്. നമ്മുടെ കഴിവെന്താണോ അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആർക്കും മറ്റൊരാളായി തീരാൻ കഴിയില്ല. എത്ര അനുകരിച്ചാലും അനുകരണം ഒരിക്കലും യഥാർത്ഥത്തിലുള്ളതിൻ്റെ ഒറിജിനൽ പോലെയാകില്ല. അതുകൊണ്ട് നിങ്ങൾ ഒറിജിനലായിരിക്കുക, സ്വന്തം കഴിവുകൾ തേച്ചുരച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കുക.